ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോക്ക്ഡൗണിൻ്റെ ഈ കാലങ്ങളിൽ വീട്ടിലെ സഭായോഗത്തിൽ ഒരു ഞായറാഴ്ച കൂടി നമുക്കായിരിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഒരാഴ്ച വട്ടം കൂടി നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ക്ഷാമകാലത്തും ദൈവം നമ്മെ ഓരോ ദിവസവും അത്ഭുതവും അതിശയകരമായി നടത്തി പരിപാലിച്ചല്ലോ. ദൈവത്തിൻ്റെ കരുണയോർത്തും ദയോർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ കോവിഡ് രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മളുടെ ബന്ധത്തിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള പലരും മരണം വഴിയായി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരെ അവിടെവിടെയായി ദൈവം അത് അത്ഭുതകരമായി പരിപാലിച്ച് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുണയും ദയയും വിശ്വസ്തതയും ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇബ്രായലേഖനം അതിൻ്റെ 13-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് അപ്പോസ്തലനാലാണ് ഇബ്രായലേഖനവും വിരചിതമായി എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നതാണ് കരണീയം. കാരണം ഈ ലേഖനത്തിലെ ഓരോ വാക്കുകളും പൗലോസ് അപ്പോസ്തലനെ പോലെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ഭക്തന് മാത്രമേ പറയുവാൻ കഴിയൂ. ആദ്യ അധ്യായങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും പുതിയ നിയമ ആരാധനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും മഹാപുരോഹിതനായ ക്രിസ്തു നമുക്ക് വേണ്ടി നടത്തിയ യാഗത്തെക്കുറിച്ചൊക്കെ ഓർപ്പിച്ച അളവിൽ അവസാന ഭാഗത്ത് വരുമ്പോൾ ഒരു ദൈവവേദലിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അവൻ എങ്ങനെയായിരിക്കണം എന്ന് ഓർപ്പിക്കുന്ന വേദഭാഗങ്ങളിൽ ഒന്നാണ് നമുക്ക് ലഭിച്ച ഈ വേദഭാഗങ്ങൾ. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം, ലോകത്തിലേക്ക് നോക്കിയാൽ ദ്രവ്യം എങ്ങനെ സമ്പാദിക്കാം, എത്രത്തോളം സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ വ്യഗ്രതയാണ് ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോക്ക്ഡൗണിൻ്റെ നാളുകളിൽ പോലും നമുക്കതൊക്കെ യഥാർത്ഥത്തിൽ വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നൂറുകണക്കിന് തലമുറയ്ക്ക് കഴിയുവാനുള്ള സമ്പത്ത് ഉണ്ടെന്നിരിക്കെ അതിലൊന്നും തൃപ്തിയാകാതെ വീണ്ടും വീണ്ടും സമ്പാദിക്കണം എന്നുള്ള ഒരു വ്യഗ്രതയിൽ ഓടുന്ന ജനങ്ങളുടെ നടുവിലാണ് ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത്. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ലോകം എങ്ങനെ പോയാലും ഒരു ദൈവവേദൽ എങ്ങനെ ആയിരിക്കണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ അതിലേറ്റവും ശ്രേഷ്ഠമേറിയ ഒരു വിഷയമാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. നമുക്കറിയാം, പൈനായമില്ലെങ്കിൽ, ദ്രവ്യമില്ലെങ്കിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ ഈ വിഷയം ഓർപ്പിക്കുന്നത്? ദ്രവ്യം നമുക്ക് ആവശ്യമാണ്. നമുക്ക് സാധനം മേടിക്കണമെങ്കിൽ നമുക്ക് ദ്രവ്യം വേണം. ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് ദ്രവ്യം വേണം. ദ്രവ്യമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ദ്രവ്യം അതിൽ തന്നെ ദോഷമല്ല, തെറ്റല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നു, ദ്രവ്യത്തോടുള്ള ആഗ്രഹം എത്ര കിട്ടിയാലും മതി വരാത്ത ഒരനുഭവം, അത് സകലവിധ ദോഷങ്ങളെക്കാൾ അധമമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ടല്ലോ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾ
ദോഷങ്ങൾക്കും കാരണമാകും. അത് കാംക്ഷിച്ചിട്ട് വിശ്വാസികളായിരുന്ന പലർ വിശ്വാസം വിട്ടുയർന്നിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നതെന്നാണ് ദൈവത്തിൻ്റെ സ്തോത്രം. മാത്രമല്ല തന്നോട് കൂടെ വസിച്ച പലരും ലോകത്തെ സ്നേഹിച്ചിട്ട്, ദ്രവ്യത്തെ സ്നേഹിച്ചിട്ട് വിശ്വാസം വിട്ടുപോയ ചരിത്രം കൂടി പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ദേമാസിൻ്റെ ചരിത്രത്തിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഒരു ദൈവവേദന എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനത്തിനൊത്തവണ്ണമാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ഓർപ്പിക്കുന്നത്. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതാകട്ടെ. അടുത്ത് പറയുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ നഗ്നരായി ഈ ഭൂമിയിലേക്ക് വന്നവരാണ്. ഇനി നഗ്നരായി നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകും. ദൈവമക്കളെ, ഒന്നും നാം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാനും സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദൈവം തന്നതിൽ ഒരു തൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ യഥാർത്ഥമായ ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഒരിക്കൽ കർത്താവദാസൻ ഡോക്ടർ മുരളീധരൻ താൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആപ്തവാക്യം താൻ പറയുകയുണ്ടായി. ഇന്നുള്ളതിൽ നീ തൃപ്തനല്ലെങ്കിൽ നിനക്ക് ഈ ലോകം മുഴുവൻ ലഭിച്ചാലും നിനക്കൊരിക്കലും തൃപ്തി ഉണ്ടാകുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അത് വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി. ഇന്ന് ദൈവം നമുക്ക് തന്നതിൽ നമുക്ക് തൃപ്തിയില്ലെങ്കിൽ നമുക്കിനി എന്തെല്ലാം ലഭിച്ചാലും ആ സമയത്തും നമുക്കൊരിക്കലും തൃപ്തി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു, സാർ, താങ്കളാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, താങ്കൾക്ക് ഇനിയും എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നതും വായിച്ചിരിക്കുന്നതും. കുറച്ചുകൂടി പണം. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ മുകളിൽ ആരുമില്ല. തന്നോട് ചോദിക്കുന്നു, ഇനിയും താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോഴും താൻ പറയുന്നു, ഇനിയും എനിക്ക് ധനം വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടും ധനത്തോടുള്ള തൻ്റെ ആർത്തി അപ്പോഴും തന്നെ വിട്ടുമാറിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നൊരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് തൃപ്തികരമായ സംതൃപ്തമായ ഒരു ജീവിതമാണ്. ആർത്തിയുടെ ജീവിതമല്ല, സംതൃപ്തി ഇല്ലാത്തൊരു ജീവിതമല്ല, സംതൃപ്തമായൊരു ജീവിതം. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമുക്ക് നൽകുന്നതെന്തും സ്തോത്രത്തോടെ അനുഭവിക്കുക. അതാണ് പറയുന്നത്. നമ്മളൊരാഹാരം കഴിക്കുമ്പോഴാണെങ്കിലും ദൈവം പറയുന്നത് സ്തോത്രത്തോടെ ഭക്ഷിക്കണമെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവേ, അവിടുന്ന് ഈ ആഹാരം നൽകിയതിനായിട്ട് സ്തോത്രം. നമ്മൾ ഈ ആഹാരം കഴിക്കുമ്പോൾ തന്നെ ആഹാരമില്ലാതെ എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ആഹാരം കഴിപ്പാൻ നിവൃത്തിയില്ലാതെ നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ കർത്താവേ, എനിക്ക് നൽകിയ ഈ ആഹാരത്തിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ സ്തോത്രത്തിൽ വ്യാപരിക്കുന്നത് ആ ഭക്തൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന തൃപ്തിയാണ്. ദൈവത്തിന് സ്തോത്രം. തൃപ്തനായിരിക്കുന്ന ഒരുവനെ ഹൃദയംഗമായ സ്തോത്രം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവമക്കൾക്ക് ലഭിക്കുന്നതെല്ലാം സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം, ഈ കോവിഡിൻ്റെ ഈ കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മളീ പലരും ജോലിക്കൊന്നും പോകാൻ പറ്റാതെ, കടയുള്ളവർക്ക് കടയിൽ തുറക്കാൻ പറ്റാതെ, ജോലിയുള്ളവർക്ക് ജോലിക്ക് പോകുവാൻ പറ്റാതെ, നമ്മൾ മിക്കവരും ആ ഒരു അവസ്ഥയിലായി. വാഹനമുള്ളവർക്ക് അത് ഓടിക്കാൻ പറ്റാതെ എന്ന് പറയാൻ വരുമാനമില്ല, ചിലവും മാത്രം ഉള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ നിങ്ങൾ. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കി, ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞു. ദൈവം നമ്മെ എത്രയോ അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും അവന് മുട്ടുവരുത്തിയില്ല. ഒരു നേരം പോലും പട്ടിണി കിടക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ കരുണ എത്ര വലുതായിരുന്നു.
ദൈവത്തിൻ്റെ ദയ എത്ര വലുതായിരുന്നു. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഞാൻ നമ്മുടെ സഭയിലുള്ള ചില സഹോദരങ്ങളെയൊക്കെ വിളിച്ച് അവരുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ സ്തോത്രം. അവരൊക്കെ പറഞ്ഞൊരു വിഷയം, പക്ഷേ ലോക്ക്ഡൗണ് ആകുന്നതിന് മുമ്പുണ്ടായതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലൂടെയാണ് ദൈവം ഞങ്ങളെ നടത്തുന്നതെന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ എങ്ങനെയാകുമെന്നാണ് ഞങ്ങൾ ഭാരപ്പെടുന്നതെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അതിശയകരമായി നടത്തി. ദൈവം നമ്മെ അതിശയകരമായി പുലർത്തി. ദൈവം നമ്മെ അതിശയകരമായി നടത്തിയതും പുലർത്തിയതുമായ വിഷയങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം അടുത്ത ഭാഗം നമ്മൾ വായിക്കാൻ. അതിങ്ങനെയാണ്: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര ശ്രേഷ്ഠമേറിയൊരു വാക്യമാണിത്, അല്ലേ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന്. ഞാൻ നിന്നെ കൈവിടുകയില്ലെന്നല്ല, ഒരു നാളും കൈവിടുകയില്ല. നിന്റെ ജീവിതത്തിൽ മാറി മാറി വരുന്ന ഏത് ജീവിത അനുഭവങ്ങളിലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പൻ കൈവിടാം, അമ്മ കൈവിടാം, ഭാര്യ കൈവിടാം, ഭർത്താവ് കൈവിടാം, മക്കൾ കൈവിടാം, സഹോദരങ്ങൾ കൈവിടാം. എന്നാൽ കൈവിടുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ഒരുവന് മാത്രം നമ്മുടെ കർത്താവാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു നാളും കൈവിടുകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. സമ്പത്തും ധനവും മാനവും ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കാണും. പക്ഷെ ഇതൊക്കെ വിട്ടു മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. കോവിഡിൻ്റെ കാലങ്ങൾ അതൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുവാൻ കഴിയുന്ന ഒരുവന് മാത്രം. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തത്. ഒരു ദൂതനെ വിട്ട് പറയിപ്പിച്ചതല്ല, ഒരു പ്രവാചകനെ അയച്ചു പറയിപ്പിച്ചതല്ല, ദൈവം നേരിട്ട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വാക്കിനൊക്കെ എത്ര ആഴത്തിലുള്ള അർത്ഥമുണ്ടല്ലേ. അവൻ തന്നെ അരുളി ചെയ്തത്. ഹല്ലേലൂയ. കേട്ടറിവല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നോടിത് പറയാൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ വന്ന് പറയാമെന്ന് പറഞ്ഞ് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിച്ചതുമല്ല, ദൈവം നേരിട്ട് അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിൻ്റെ 15 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സ്വന്തം ഭവനത്തിൽ നിന്നും ഓടിപ്പോകുന്ന യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതാ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കോമായ അവിടെ കൊടുത്തിരിക്കും. ഇതാ, നീ നോക്കേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുന്നു. യാക്കോബേ, നീ നിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ ഞാൻ നിന്നെ കാക്കും. ഞാൻ നിന്നെ നിൻ്റെ സ്വന്തം ദേശത്തേക്ക് മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിനോട് ഉറക്കത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. ലൂസിൽ വെച്ച് ഒരു കല്ല് തലയണയായി വെച്ച് യാക്കോബ് കിടന്നുറങ്ങുമ്പോൾ ഒരു വലിയ ഗോണി അവൻ കാണുകയാണ്. ആ ഗോണിയിലൂടെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യും. ഈ ദർശനത്തിൻ്റെ ഒടുവിലാണ് ദൈവം തന്നോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത വാക്യം പറയുന്നത്, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം താൻ അപ്പോൾ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്നുള്ള ആ ഇമ്പസ്വരം യാക്കോബിനെ ബലപ്പെടുത്തുകയാണ്. ആവർത്തന പുസ്തകം 31:5-6 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, മോശയുടെ ഒരു വിടവാങ്ങൽ സന്ദേശമായി നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ കൂട്ടി വരുത്തി യോർദാൻ്റെ ഇക്കരക്കരയിൽ തിരിഞ്ഞ് യോർദാൻ കടന്നാൽ കനാലിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, നീ അതിൽ കടക്കുകയില്ല. നീ അത് കാണും, പക്ഷെ നീ അതിൽ കടക്കുകയില്ല.
തൻ്റെ മരണദിനങ്ങൾ അടുത്തു എന്ന് മനസ്സിലാക്കിയ മോശ തൻ്റെ പിൻഗാമിയായി യോശുവയെ വാഴിക്കുവാനായിട്ട് ജനത്തെയെല്ലാം കൂട്ടിവരുത്തി ജനത്തോട് അരുളി ചെയ്യുന്ന ചില വാക്യങ്ങളാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. അതിന് 31-ന്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം. ബലവും ധൈര്യമുള്ളവരായിരിക്കും. അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ നിങ്ങളോട് കൂടെ പോരും. അവൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോർദാൻ്റെ ഇക്കരക്കര വരെ ഇസ്രായേൽ ഇനി അക്കരെ കടന്നു കഴിഞ്ഞാൽ കനാനിലെ രാജാക്കന്മാരോട് യുദ്ധം ചെയ്യണം. 32 കനാനി രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് അവിടെ രാജ്യങ്ങളെ പിടിച്ചടക്കണം. എങ്കിൽ മാത്രമേ വാഗ്ദത്ത ദേശം ഇസ്രായേലിന് അവകാശമായി ലഭിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ മോശ മരിക്കുന്നു. യോശുവ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ഒത്തിരി ആശങ്കകളുണ്ട്. പക്ഷേ ആശങ്കകൾക്കെല്ലാം മറുപടിയായി ദൈവം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്നു, ബലവും ധൈര്യമുള്ളവരായിരിക്കും, അവരെ പേടിക്കരുത്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവർ നിങ്ങളെക്കാൾ ബലവാന്മാരായിരിക്കാം, നിങ്ങളെക്കാൾ സൈന്യശക്തിയുള്ളവരാകാം. പക്ഷെ നിങ്ങളവരെ പേടിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാവിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കും. ഒത്തിരി ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആശങ്കകൾ കണ്ട് നാം പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മെ കൈവിടാത്ത ദൈവം, നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം. ഹല്ലേലൂയ, ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ പോരുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതേ കാര്യം തന്നെ ദൈവം വീണ്ടും യോശുവയോട് ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്നെ നിലനിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, കഴിഞ്ഞകാല പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത് അവരെ നടത്തിയ വിധങ്ങളെ ദൈവത്തിൻ്റെ സ്തോത്രം ഓർത്തുകൊണ്ടായിരിക്കാം അപ്പോസ്തലൻ എബ്രായർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഈ വാക്യങ്ങൾ ഉദ്ധരിക്കുന്നത്. മാത്രമല്ല, തന്നെ നടത്തിയ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു കോടീശ്വരൻ്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ട് എന്നാൽ ക്രിസ്തു നിമിത്തം അതെല്ലാം ചപ്പുന്നും ചവർന്നും എണ്ണി അവകാശം ലഭിക്കാതെ ഒന്നും കൈവശമില്ലാതെ കർത്താവിൻ്റെ വേലക്കിറങ്ങിയ പൗലോസ് അപ്പോസ്തലൻ തന്നെ നടത്തിയ ദൈവത്തിൻ്റെ കൃപകളെ, ദൈവം നടത്തിയ വഴികളെ താൻ ഓർത്ത് കാണും. ഇതൊക്കെ ഓർത്തുകൊണ്ട് ആയിരിക്കാം പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകളെ ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നു. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ദൈവത്തിൻ്റെ സ്തോത്രം. 118-ാം സങ്കീർത്തനത്തിലെ 6-ാം വാക്യമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവിക വാഗ്ദത്തം ലഭിച്ച ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉറപ്പ്, അവൻ്റെ ധൈര്യം എന്താണ്? അവൻ്റെ ഉറപ്പ്, കർത്താവ് എനിക്ക് തുണ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലൻ ചോദിക്കുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമുക്ക് അനുകൂലമായി നിന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, ദൈവം ഇന്ന് എനിക്ക് അനുകൂലമാണോ?
അല്ലെങ്കിൽ ദൈവം അനുകൂലമാകത്തക്ക നിലയിലുള്ള ഒരു ജീവിത വിശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവം എന്നോട് കൂടെ ആയിരിക്കത്തക്ക നിലയിലുള്ള ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായം അവസാന ഭാഗം, ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഓർക്കുക പ്രിയമുള്ളവരെ, ദൈവം ആരോട് കൂടെ ആയിരിക്കുന്നത്? പെന്തക്കോസ്തുകാരോട് കൂടിയാണോ? ഒരിക്കലുമല്ല. പാസ്റ്റർമാരോട് കൂടിയാണോ? ഒരിക്കലുമല്ല. പിന്നെ ആരോട് കൂടിയാണ് ദൈവം ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനപ്രകാരം തങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നവരോടും ദൈവത്തിൻ്റെ സ്തോത്രം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാത്തവരോട് കൂടെ. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തെ തള്ളിപ്പറയാത്തവരോട് കൂടെ, പിറുപിറുക്കാത്തവരോട് കൂടെ ദൈവം ഇരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അവർക്ക് ധൈര്യമായി പറയാൻ പറ്റും, എന്താ? കർത്താവ് എനിക്ക് തുണയാണ്. ഒരിക്കലും ഷാരോൺ ഹോളിൽ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് ഇന്ന് കർത്തസനിൽ വിശ്രമിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ PM ഫിലിപ്പ് ദൈവത്തിൻ്റെ പ്രസംഗത്തിൽ താൻ ചെയ്തൊരു ആഹ്വാനം ഞാൻ ഓർക്കും. തനിങ്ങനെ പറഞ്ഞു, രണ്ട് മനുഷ്യർ നിൽക്കുന്നു. ഒരു മനുഷ്യന് ലോകം മുഴുവൻ അനുകൂലമാണ്, പക്ഷെ ദൈവം പ്രതികൂലമാണ്. എന്നാൽ മറ്റേ മനുഷ്യനെ നോക്ക്, ലോകം മുഴുവൻ പ്രതികൂലം, പക്ഷെ ദൈവം അനുകൂലമാണ്. ഇത് വിവരിച്ച അനന്തരം താൻ അന്ന് കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകളോട് വിളിച്ചു ചോദിച്ചു, ഇവരിൽ ആര് ജയിക്കും? എല്ലാവരും സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവം അനുകൂലമായിരിക്കുന്നവൻ ജയിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ലോകം മുഴുവൻ നമുക്ക് അനുകൂലമാണെങ്കിലും ദൈവം നമുക്ക് പ്രതികൂലമായാൽ നാം പരാജയപ്പെട്ടേ തീരും. എന്നാൽ ഈ ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം നമുക്ക് അനുകൂലമാണോ? നമ്മെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഇവിടെ പറയുന്നു, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സ്തോത്രം എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഈ ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് പ്രാപിച്ചെടുക്കാം. ദൈവമാണ് എന്നെ നടത്തുക. എൻ്റെ കർത്താവിനോട് കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ അവൻ്റെ മുഖം വഹിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനെ അനുഗമിക്കുന്നവനാണ്. അവൻ പോകാത്തൊരു വഴിയിലൂടെയും അവൻ എന്നെ ഇതുവരെ കടത്തിവിട്ടിട്ടില്ല. അങ്ങനെ കടത്തിവിട്ടിടത്തൊക്കെ കർത്താവ് എനിക്ക് ജയം നൽകിയിട്ടുണ്ട്. എനിക്ക് സഹിക്കുന്നതിന് മീതെ പരീക്ഷ അവൻ ഒരിക്കലും നൽകിയിട്ടില്ല. പരീക്ഷ നൽകിയപ്പോഴൊക്കെയും പോക്ക് വഴിയും അവൻ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമ്മെ ഭരിക്കട്ടെ. എത്ര നാൾ ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമെന്ന് നമുക്കറിയില്ല, പക്ഷെങ്കിൽ കർത്താവിനറിയാം. എന്ന് ലോകം സാധാരണ നിലയിലേക്ക് മടങ്ങി വരും നമുക്കറിയില്ല, പക്ഷെ കർത്താവിനറിയാം. ഒരു കാര്യം ഉറപ്പും ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റും, വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ലോക സംഭവങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നൊരു സന്ദേശമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദ്രവ്യാഗ്രഹമില്ലാത്തവരായി ഉള്ളവരോട് തൃപ്തിപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ സ്തോത്രം. തൃപ്തിയുള്ളൊരു മനസ്സിനുടമയായി നമുക്ക് മാറാം. ഹല്ലേലൂയ. ജയകരമായ ഒരു ക്രിസ്ത്യജീവിതം നമുക്ക് നയിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം. അവിടെ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം. പലപ്പോഴും എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പലപ്പോഴും അതിലൊന്നും ഞങ്ങൾ തൃപ്തരല്ലല്ലോ കർത്താവേ. എന്ന പകൽ അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഒരു തൃപ്തികരമായൊരു ജീവിതം, തൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവെ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ.
ഞങ്ങളുടെ ജീവിതത്തിൽ ദ്രവ്യം ആവശ്യമാണെങ്കിലും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഹൃദയത്തിൽ ദ്രവ്യത്തോടുള്ള ആഗ്രഹം കർത്താവെ ഞങ്ങളെ ഭരിക്കുവാൻ അവിടുന്ന് ഒരിക്കലും ഇടയാകരുത്. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ സകല ആവശ്യത്തിനും മതിയായവനാണെന്നുള്ള ഉത്തമമായ ബോധ്യം, ഇന്നലെ വരെ ഞങ്ങളെ നടത്തിയവൻ, ഇന്ന് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നവൻ, നാളെയും ഞങ്ങളെ നടത്തുവാൻ മതിയായവനാണെന്നുള്ള അധൈര്യം കർത്താവെ ഞങ്ങളുടെ മേൽ പകരണമേ. അവിടെ ഞങ്ങളെ കൈവിടാത്ത ദൈവം, അവിടെ ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവമാകിയാൽ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അടിയൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ വീട്ടിലെ സഭായോഗം എല്ലാവർക്കും വലിയ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അതിനായി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.